ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളുടെ താലി പൊട്ടിക്കാൻ ആരെ അനുവദിക്കില്ല. അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കണം. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മകനെ കൊന്നിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് ജയിക്കാം. അതേ സാധിക്കൂ. അമ്മയുടെ ഉള്ളിൽ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കില്ലെന്നും അറിയാം. അത് മതി. വാ ദേവി. നീ ഇത്ര നെർവസ് ആകാനും മാത്രം ഇന്നിപ്പോ എന്താ അവിടെ പ്രശ്നം? ജാനകി എന്താ ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ സംസാരിക്കുന്നത്? അവൾ ഈ വീട്ടിൽ വന്നു നന്ദന്റെ ഭാര്യയായിട്ട്. അതിലും വലിയ പ്രശ്നം ഇനി എന്താ വേണ്ടത്? അവള് വീട്ടുകാരുടെ അധികാരവും അവകാശവും ഒക്കെ സ്ഥാപിച്ചും തുടങ്ങി. ഡൈനിങ് ടേബിളിൽ എനിക്കൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുള്ള മരുന്ന് ഞാൻ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. ജാനകി എഴുതി വെച്ചോ, എന്റെ നന്ദന്റെ ഭാര്യയായിട്ട് വാഴാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രഭേ, പ്രായപൂർത്തിയായ രണ്ടുപേര് കല്യാണം കഴിച്ച് ജീവിക്കാൻ അമ്മയുടെ അച്ഛന്റെ സമ്മതമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്ക്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് താലിയുടെ വില ഞാൻ പറയണ്ടല്ലോ. ദേവികയുടെ കഴുത്തിൽ നന്ദൻ താലി കെട്ടി കഴിഞ്ഞു. ആ താലി ഇനി മറ്റൊരാൾക്ക് തോന്നും പോലെ പൊട്ടിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല. ആ സത്യമൊന്ന് നീ അംഗീകരിക്കേ. ഒരു നല്ല അമ്മായിയമ്മയായിട്ട് നീ അവളെ സ്വീകരിക്കേ. അവള് ജീവിക്കട്ടെടോ. ഉപദേശത്തിനല്ല, സപ്പോർട്ടിനാ ഞാൻ ജാനകിയെ വിളിച്ചത്. വേണ്ട, എനിക്കാരെയും വേണ്ട. ആരുടെയും സഹായമില്ലാതെ എന്റെ തീരുമാനങ്ങൾ ഞാൻ നടത്തും. ഞാൻ ചന്ദ്രോത്ത് തറവാട്ടിലെ പ്രഭാവതിയാണെങ്കിൽ ദേവിയുടെ സ്ഥാനത്ത് ഞാൻ മീരെ കൊണ്ടുവരും. നടക്കാൻ പോകുന്നില്ല പ്രഭേ. എന്ത് നടക്കാൻ പോകുന്നില്ലാന്നും? ഞാൻ ഒന്ന് തീരുമാനിച്ചാൽ അത് സാധിച്ചേ അടങ്ങുമെന്ന് ജാനകിക്കറിയാലോ. അറിയാം. പക്ഷേ നിന്നെ എനിക്കറിയാവുന്ന പോലെ നന്ദനെ എനിക്കറിയാം. താലി കെട്ടിയ പെണ്ണിനെ അവൻ കൈവിട്ട് കളയുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇതൊരു മത്സരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പ്രഭേ, നീ തോറ്റുപോകും. നീ മറ്റൊരാളുടെ മുമ്പിൽ തോൽക്കുന്നത് എനിക്ക് കാണാനാവില്ലടോ. അതുകൊണ്ട് ഉപദേശിക്കുകയാണ് ഞാൻ. വാശി മാറ്റിവെക്കേ. ദേവികയെ അംഗീകരിക്കേ. നോക്ക്, ഏത് കാര്യത്തിനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ. ദേ, ഇന്നവരുടെ ആദ്യ രാത്രിയല്ലേ, അതവര് സന്തോഷത്തോടെ ആഘോഷിക്കട്ടെ. ആദ്യ രാത്രി ആഘോഷിക്കട്ടെന്നോ? ദേവിക ഇന്ന് ആദ്യ രാത്രി ആഘോഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ശപഥം ചെയ്യുന്നോ? അയ്യേ. എന്തയ്യേ? ഞാൻ ശപഥം ചെയ്തത് തന്നെയാ. എന്റെ ശപഥം ഞാൻ നടത്തിയിരിക്കും. പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. പ്രഭേ, അവൾ ആദ്യ രാത്രി ആഘോഷിക്കില്ല. ആഹാ, അത് കൊള്ളാലോ. മോളിരുന്ന് പഠിച്ചോ, അച്ഛൻ കഴിക്കുമ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് കഞ്ഞി കുടിക്കാം അല്ലേ? ഞാൻ എഴുന്നേറ്റിട്ട് മോളും അമ്മയോട് കഴിച്ചാ മതി. അതെന്താ അങ്ങനെ ഒരു സമ്പ്രദായം? അതൊക്കെയുണ്ട്, നീ ഒന്ന് ചുമ്മാതിരിക്കേ.
ഇതാ കഴിഞ്ഞു മോളെ. അച്ഛൻ എണീക്കുക. എന്താ അമ്മേ, അച്ഛന് നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ? വല്ല ആചാരാനുഷ്ഠാനമാണോ? എടി നീയല്ലേ മീൻ കഴിക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ കളിയാക്കിയത്? അയ്യോ, അത് അങ്ങനെ പറഞ്ഞോണ്ടാണോ? അച്ഛൻ പോയി കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവന്നു നമുക്ക് വേണ്ടി. ഷോ, അതാ അച്ഛൻ ആദ്യം കഴിച്ചെഴുന്നേറ്റത്. നല്ല മണം കിട്ടിയപ്പോ എനിക്ക് കൊതി തോന്നിയതാ. അപ്പുറത്തെ വീട്ടിൽ നിന്നാ വിചാരിച്ചേ, അതുകൊണ്ട് മിണ്ടിയില്ല. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? മോള് ഭക്ഷണം കഴിക്കേ. താങ്ക് യു അച്ഛാ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് അപ്പോഴെങ്ങനെ പറഞ്ഞതായിരുന്നു. സാരമില്ല, ഞാൻ കഴിക്കില്ല എന്ന് വെച്ച് എന്റെ മക്കൾ അങ്ങനെ ആവണമെന്നില്ലല്ലോ. കഴിക്കേ. എന്തൊരു മാറ്റം അമ്മേ അച്ഛന്. പാവം. ആ, മീനും ചോറും ഇങ്ങ് എടുത്തു വെച്ചേ. എടി ദേവിമോളെ ഒന്ന് വിളിക്കേ, അവൾ എന്തേലും കഴിച്ചിട്ടുണ്ടാവോ എന്തോ. ഛേ, ദേ തുടങ്ങി. എന്റെ അമ്മേ, അവിടെ ചേച്ചിയും ഭർത്താവും ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. ഏതു നേരം നമ്മൾ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എങ്ങനെയാ? അതല്ലടി, അവളൊരു പാവം. നന്ദന്റെ അമ്മ അവിടെ അവിടെ ഒന്നുമില്ല. അത് ഇവിടുത്തെ മോളുടെ കാര്യം നോക്ക്. എനിക്ക് വിശക്കുന്നു. ഭക്ഷണം എടുത്തതാ, വാ. എവിടെ അമ്മേ? മീൻ പൊരിച്ചില്ലേ? ഇതെവിടെ അമ്മേ? ഒന്ന് പെട്ടെന്ന് വന്നേ അമ്മേ. സോറി അച്ഛാ, എനിക്ക് അമ്മയോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കേണ്ടി വന്നു. അച്ഛനും കേട്ടതല്ലേ, പാവം ദേവി. അവൾ എങ്ങനെ ഈ വീട്ടിൽ കഴിയും? സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? നന്ദ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനൊരു ജീവിതം തുടങ്ങി വെച്ചത്? അമ്മ അവളെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഏത് രീതിയിലും ഇവിടുന്ന് പുറത്താക്കാനും നോക്കും. അമ്മയ്ക്ക് എങ്ങനെ ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും പറ്റുന്നു? വയ്യ എനിക്ക്. ഞാൻ ദേവിയെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോട്ടെ. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യാനെന്നും കൂടി പറ. എന്റെ ചേച്ചി, ഇവിടെ അവളെ എങ്ങനെ പീഡിപ്പിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവൾ സ്വന്തം അമ്മയുടെ ഒപ്പം പോയി നിൽക്കട്ടെ, അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. അതിനാണെന്ന് ഇത്രയും സാഹസം കാണിച്ച് ദേവിക എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? അമ്മയുടെ ഈ ക്രൂരത കണ്ട് നോക്കി നിൽക്കണം. അച്ഛൻ പറ, ഞാൻ ദേവി ഇവിടെ നിർത്തിയ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയുള്ളൂ. അവളെ തൽക്കാലത്തേക്ക് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കട്ടെ. കണ്ടോ, അച്ഛൻ സമ്മതിക്കില്ല. നിനക്ക് സ്വന്തം ഭാര്യയുടെ കാര്യം അന്തസ്സായിട്ട് നോക്കാൻ പറ്റണം. ഞാനൊന്ന് അമ്മയെ എതിർത്ത് എനിക്ക് തോന്നുന്നൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞോ? നീ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെണ്ണാ ദേവിക. കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. കുറെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം. നീ തോറ്റുകൊടുത്ത് അവളെ തിരിച്ചയച്ചാൽ അത് മതി. പിന്നീട് അവളെ ഇങ്ങോട്ട് കയറ്റാത്ത രീതിയിൽ അമ്മ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. നീ അവക്ക് ധൈര്യം കൊടുക്ക്. അല്പ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ പറ. ഇത് നിന്റെ വീടാ, നിന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട വീട്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അല്ലേ അച്ഛാ? അതല്ലേ വേണ്ടത്? കണ്ടോ, ഞാൻ പറയുന്നത് നീ കേക്കണ്ട. അച്ഛൻ പറയുന്നത് കേട്ടാ മതി. അവൾ എവിടെയും പോകുന്നില്ല. അവളെവിടെ? ഇറക്കി വിട്ടു അതിനെ. അവള് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കാം. സ്വന്തം അമ്മയോട് സംസാരിക്കുമ്പോഴെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. എന്താടി ചേച്ചി പെണ്ണെ, എന്തൊരു വിഷമമുണ്ടല്ലോ? ഏയ്
ഒന്നുമില്ലടി. ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് മനസ്സിലായി. നമ്മള് പെൺകുട്ടികളുടെ മനസ്സിൽ വല്ലാതെ വിഷമം തോന്നുമ്പോഴല്ലേ വെറുതെ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നാറ്. അങ്ങനെ വിഷമിക്കാനും പാകത്തിന് ഇവിടെ എന്താ? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്. അയ്യോടാ, ചുറ്റും മാലാഖമാര് മാത്രമുള്ള സ്വർഗപൂങ്കാവനത്തിലെ മണവാട്ടി പെണ്ണാണല്ലോ എന്റെ ചേച്ചി. സത്യം പറയുന്നുണ്ടോ? ആ പ്രഭാന്റെ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയോ? ഇല്ലടി, ഒന്നുമില്ല. എനിക്കൊരു സങ്കടവുമില്ല. നീ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ആ, അതാ നല്ലത്. ചേച്ചിയുടെ ഈ തൊണ്ടയിടറിയ സൗണ്ട് കേട്ടിട്ട് അമ്മയ്ക്ക് കാര്യം പിടിയിട്ടു. അമ്മയോടൊപ്പം കാര്യം പറയേണ്ടി വരുമല്ലോ. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാവേ. വേണ്ട, നീ നാളെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. വെക്കല്ലേ. ചേച്ചി പെണ്ണെ, നീ വിഷമിക്കുമെന്നറിഞ്ഞാ ഞങ്ങള് വിഷമിക്കുമെന്ന് കരുതിയല്ലേ ഒന്നും പറയാത്തെ? ഇപ്പൊ ഒന്നും പറയണ്ട. പക്ഷേ സ്വയം വേദനിച്ച് നന്ദേട്ടന്റെ സന്തോഷം കൂടി കളയരുത്. ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ളതാ. നിലവുള്ള രാത്രിയില് നക്ഷത്രങ്ങളെ പറ്റി പറയണ്ടേ? നനനനത്ത മഴയെ പറ്റി പറയണ്ടേ? നാളകളുടെ സ്വപ്നങ്ങളെ പറ്റി പറയേണ്ട രാത്രി. വെറുതെ ആ സ്വപ്ന നിമിഷങ്ങൾ മനസ്സിലെ വിങ്ങുപൊട്ടലുകളാക്കി മാറ്റരുത്. നീ എന്തടി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഭയങ്കര സാഹിത്യമാണല്ലോ. ഇപ്പൊ കുറച്ച് ഉണർവൊക്കെ കിട്ടിയില്ല മനസ്സിന്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ. പ്രഭാന്റി എന്തെങ്കിലും പറഞ്ഞോ? എന്റെ ചേച്ചി, വഴിയെന്ന് കുരയ്ക്കുന്ന നായ്ക്കളെ കണ്ട് പേടിച്ച് ഓരം ചേർന്ന് ഒതുങ്ങി നിന്നാ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അധികം ചിന്തിച്ചാ നമ്മുടെ തലയിൽ ഭാരം കയറ്റി വയ്ക്കാന്നല്ലാതെ ഒരു ഗുണം ഇല്ലാതുകൊണ്ട്. അമ്മായി അമ്മന്നല്ല ആരും ഇനി നിങ്ങളുടെ ലൈഫില് കരടാകരുത്. അതിനിട കൊടുക്കണ്ട. മനസ്സിലായോടി ചേച്ചി? മനസ്സിലായി. എന്നാ പിന്നെ എൻജോയ്. ഗുഡ് നൈറ്റ് അല്ല, സ്വീറ്റ് നൈറ്റ്. ശരി. ഇനി എന്നോട് സംസാരിച്ച് നിന്നാലേ ദേവിന്ന് വിളിച്ചോണ്ട് ഭർത്താവിങ് വരും. അപ്പൊ ഞാൻ കട്ട് ചെയ്യാണേ. ആ, വന്നല്ലോ. അപ്പൊ ശരി എന്റെ ദേവിയേ. ഇതെന്താ, അമ്മയുമായി കോമഡി പറയണോ? വല്ലാത്ത ചിരി. എന്താ, ഞങ്ങൾ തമ്മിൽ തമാശ പറഞ്ഞ കുഴപ്പം വല്ല ഉണ്ടോ? അത് നന്നായി. താനൊന്ന് ചിരിച്ചു കണ്ടല്ലോ. സത്യത്തിൽ ഇന്നത്തെ രാത്രി താൻ കണ്ണീർ കടലാക്കി മാറ്റുമെന്നാ ഞാൻ കരുതിയത്. സമാധാനം. പിന്നെ ഈ നിലാവുള്ള രാത്രിയില് നക്ഷത്രങ്ങളെ പറ്റി എന്താ അഭിപ്രായം? എങ്ങനെ? മഴ ഇഷ്ടമാണോ നന്ദുന്? അല്ല, ഇതെന്താ ഒരു റൊമാൻറ്റിക് ലൈൻ? എങ്ങനെ എന്റെ ദേവിയെ ഈ ട്രാക്കിൽ എത്തിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ആകാശത്തെ നക്ഷത്രങ്ങൾ 1000 കഥകൾ പറയാറുണ്ട്. ഇപ്പോ ഞാനൊരു കഥ പറയാം. പിന്നെ കഥ പറച്ചിലൊക്കെ റൂമിൽ ചെന്നിട്ട് മതി. അല്ലച്ചി, ഞാനല്ല, ഇവളാ നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാനോ? ഹലോ, നിർത്ത്. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാ. മുകളിൽ അതിനൊരു സ്വകാര്യ മുറി തന്നെ തന്നിട്ടുണ്ട്. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കണം. ഒന്ന് വിളിച്ചോട്ട് പോടി പെണ്ണെ. പോ.
വിളിച്ചോണ്ട് പോടാ. പോവാ. ഗുഡ് നൈറ്റ്. വാ. നന്ദു, അമ്മയോട് പറഞ്ഞിട്ട് വാ. ചെല്ല്. എന്ത് പറയാൻ? സാധാരണ നന്ദു ഉറങ്ങാൻ പോകുമ്പോ അമ്മയോട് എന്താ പറയാറ്? ദേവി, ഇപ്പൊ അമ്മയുടെ മുമ്പിൽ ചെന്ന് ആ മനസ്സിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ദേഷ്യം മുഴുവൻ തുറന്നു വിടണോ? ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുക. ചെല്ല്. ഈ രാത്രി കൊണ്ട് അമ്മയ്ക്ക് നമ്മളെ അംഗീകരിക്കണമെന്ന് തോന്നണം. ചെല്ല് നന്ദു. ഈശ്വരനറിയാം എന്ത് ഭൂകമ്പ സംഭവിക്കാൻ പോകുന്നതെന്ന്. അമ്മേ, വിളിക്ക്. അമ്മേ. എന്റെ കേൾവിക്ക് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ ഞാൻ വിളിച്ചിട്ട് എന്റെ അമ്മയൊന്നും നോക്കാത്തെ? എന്റെ അമ്മ, ആ വിളിയിലെ സ്നേഹം പെറ്റമ്മയായ സ്ത്രീയെ എത്രമാത്രം സന്തോഷിപ്പിക്കുമെന്ന് ഒരു മകനറിയാം. പക്ഷെ ഇപ്പൊ ഈ വിളിയിലെ പരിഹാസം മരണതുല്യവാ. അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? എന്റെ അമ്മ എന്റേതല്ലാതാവോ? ആ ചോദ്യം നീ നിന്നോട് തന്നെ ചോദിക്കണം. മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ നൊന്തു പ്രസവിച്ചവളെ ചവിട്ടി കയറിപ്പോകുന്നത് മണിയറയിലേക്കല്ലേ? ഒരിക്കൽ നീ അറിയും ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. അമ്മയെ അകറ്റാൻ നീ കൊണ്ടുവന്ന പെണ്ണിന് ഒരിക്കൽ മനസ്സിലാകും ഈ അമ്മയുടെ വേദന. ആന്റി, ഞാൻ എന്താ? നീ നിന്റെ വിജയം ആഘോഷിക്കാൻ പോവല്ലേ? ചന്ദ്രോത്ത പ്രഭാവതിയെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് നീ നിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നു. കൊള്ളാം. നീയാണ് പെണ്ണ്. എന്റെ മകനെ എന്നിൽ നിന്ന് പറിച്ചെടുത്ത നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഈ നിമിഷം മുതൽ നീ എണ്ണിത്തുടങ്ങിക്കോ. ഇത്ര കാലം എന്റെ കരുണയുടെ ഒരംശം നിന്നിലുണ്ടായിരുന്നു. എന്റെ മകന്റെ ബുദ്ധിമോശം കാരണം നീ വിഷമിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഇനി അങ്ങനെ ഒരു ഔദാര്യം നീ പ്രതീക്ഷിക്കരുത്. മതിയായോ? സമാധാനായോ നിനക്ക്? ഇവൾ അമ്മയോട് സംസാരിച്ചിട്ട് പോണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ. അതേടാ, അമ്മയോടൊരു വാക്കുരിയാടണമെങ്കിൽ പോലും ഇവള് പറയണം. എനിക്കതറിയാം. അങ്ങനെയാണോ അമ്മ ഞാൻ പറഞ്ഞത്? എനിക്കെന്റെ അമ്മയെ നിർത്തടാ. എനിക്കിനി നിന്നിൽ നിന്നും ഒരു വാക്ക് പോലും കേൾക്കണ്ട.
ഒരു വാക്ക് പറഞ്ഞോട്ടെ ഞാൻ, പ്ലീസ്. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ്.